ഇന്ന് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത്, ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ജോലി സ്ഥലത്തുനിന്ന് ഞങ്ങളെ ജോലിക്കാരൊക്കെ ഇട്ട് ഇങ്ങനെ വന്നേക്കുന്ന സ്ഥലമാണ് നമ്മുടെ ലവ് ലേക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്മുടെ പാർക്കേഴ്സിൻ്റെ പുതിയ ഔട്ട്ലെറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ സമയമൊക്കെ കഴിയാറായി, ഏകദേശം സൂര്യനൊക്കെ അസ്തമിക്കാറായി. ഒരുപാട് വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 വെടിക്കെട്ട് വണ്ടികളെന്നൊക്കെ പറയാം. നല്ല പ്രീമിയം കാറുകളൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ നിന്ന് കഴിക്കാറുള്ളൂ. നമ്മുടെ വണ്ടി ബാക്കിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ പാർക്കേഴ്സിലേക്ക് നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ലവ് ലേക്കിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച. നല്ല ആംബിയൻസ് ആണ്. പിള്ളേർക്കുള്ള റൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കിടക്കനാണ്. വലിയ കുതിരയൊക്കെ ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ അൽഖുദ്രയിലുള്ള ലവ് ലേക്കിലേക്കുള്ള എൻട്രൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ലേക്കിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ബാക്കിൽ അസ്തമയ സൂര്യനൊക്കെ അങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയം, ഏകദേശം വൈകുന്നേരം ആ സമയത്ത് അസ്തമയ സൂര്യനൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ സീനറിയാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നറിയില്ല, ബാക്കിലാണ് പാർക്കേഴ്സ് വരുന്നത്. കണ്ടോ, ഇതൊക്കെ എന്നിട്ട് നിൽക്കുന്നില്ലേ പനകളൊക്കെ, അതിൻ്റെ അവിടെയാണ്. ജസ്റ്റ് പോപ്പപ്പാണ് അത്. നമ്മുടെ ഒരു 6 monthsനുള്ള ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവരത് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി, സീസണൽ ബേസായിട്ട് ബിസിനസ് വേറെ സ്ഥലത്തേക്ക് മാറ്റും. ഇതാണ് നമ്മുടെ ദുബായിൽ നിന്ന് അൽഖുദ്ര എത്തിയിട്ട് അവിടുന്ന് ലവ് ലേക്കിൽ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ പാർക്കേഴ്സ് ഉള്ളത്. പാർക്കേഴ്സ് ഉണ്ട് ഈ വഴി. നേരെ പോയി കഴിഞ്ഞാൽ ലവ് ലേക്കിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പാർക്കേഴ്സിൻ്റെ എൻട്രൻസ് വരുന്നത്. മനോഹരമാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. വലിയ സ്ഥലം. പ്രീമിയം വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ആൾക്കാരൊക്കെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ കണ്ടോ, G-Wagon അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ചെയ്തെടുത്തുന്ന സംഭവങ്ങളാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ പിന്നെ ഫ്രീ പാർക്കിങ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സ്ഥലത്തും പാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ലോഗോ. നമ്മുടെ ലോഗോ കണ്ടോ, കഴുതിയൊക്കെ ഉണ്ട് ഇവിടെ. ഒറിജിനൽ ആടുകൾ, നമ്മുടെ നാട്ടിലുള്ള ആട്. പക്ഷെ ഇതിൻ്റെയൊക്കെ കൊമ്പൊക്കെ വലിയ കൊമ്പുകളാണ്. ആട്ടും കുഞ്ഞുങ്ങളൊക്കെ ചെറിയ ആടും ഇടികൂടുന്ന നാശന്മാർ. നല്ല രസമുണ്ട് വൈകുന്നേരം കാണാൻ. മൊയിലൊക്കെ ഉണ്ടോ, മൊയിലിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആട്ടുകുട്ടിയുണ്ട്.